الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി കാത്തുസൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സൂറത്തു നഹ്ലിലെ 90-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നത്, ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല യഅ്മുറു, കൽപ്പിക്കുകയാണ്, ബിൽ അദ്ൽ, അദ്ൽ കൊണ്ട്, നീതി കാണിക്കുവാൻ, നീതി പുലർത്തുവാൻ, വൽ ഇഹ്സാൻ, ഇഹ്സാൻ, ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിയുള്ള ആളുകളായിരിക്കണം, ഇഹ്സാനുള്ള ആളുകളും ആയിരിക്കണം. ഇത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. സൂറത്തു നിസായിലെ 135-ാമത്തെ വചനത്തിലും ഇതേ ആശയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഈ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹി വലൗ അലാ അൻഫുസികും, സത്യവിശ്വാസികളെ, നീതിക്ക് വേണ്ടി നിങ്ങൾ ഉറച്ചു നിൽക്കണം, നിലകൊള്ളണം. നീതിക്ക് വേണ്ടി നിങ്ങൾ ഉറച്ചു കൊള്ളണം, നിലകൊള്ളണം. വിശ്വാസികളാണെങ്കിൽ അവർ നീതിക്ക് വേണ്ടി ജീവിക്കണം. വലൗ അലാ അൻഫുസികും, എന്നിട്ട് പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അത് നിങ്ങൾക്കെതിരായാലും, നിങ്ങൾ കാണിക്കുന്ന നീതി നിങ്ങൾക്കെതിരാണെങ്കിലും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എതിരാണെങ്കിലും, നിങ്ങളുടെ ബന്ധുക്കൾക്ക് എതിരാണെങ്കിൽ പോലും നിങ്ങൾ നീതിക്ക് വേണ്ടി ഉറച്ചു നിൽക്കണം എന്ന് അല്ലാഹു ഇതാ കൽപ്പിച്ചിരിക്കുന്നു. ഈ ആയത്തുകളെ
ആ കൽപ്പനകളെ ജീവിതത്തിൽ പകർത്തി ഈ ലോകത്തിന് മാതൃകയായി ജീവിച്ച് മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷിയായി ജീവിച്ച ഒരാളായിരുന്നു നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നീതിയും സമത്വവും. ഈ രണ്ട് മൂല്യങ്ങൾ, മാനവ മൂല്യങ്ങൾ, അത് ജീവിതത്തിൽ നിലനിർത്തുകയും സഹാബത്തിനെ പഠിപ്പിക്കുകയും ഈ ഉമ്മത്തിന് മാർഗദർശനം കാണിക്കുകയും ചെയ്തിട്ടുള്ള മഹാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം, മക്ക വിജയത്തിന് ശേഷം മക്കയിൽ ഒരു പ്രമുഖ ഗോത്രത്തിൽ നിന്നും ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്? മോഷ്ടിക്കുകയാണ്, മോഷണം നടത്തി. ഏതാണ് ആ കുടുംബം എന്നറിയാം? ഖുറൈശികളിൽ ഏറ്റവും വലിയ അത്യുത്തമുള്ള അധികാരവും ധനവുമുള്ള കുടുംബങ്ങളിൽ ഒന്നായ മഖ്സൂമി കുടുംബം. ഈ മഖ്സൂമി കുടുംബത്തിലെ ഒരു പെണ്ണാണ് മോഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗോത്രത്തിലെ ഒരു പെണ്ണ് മോഷണ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നത് തങ്ങളുടെ തറവാടിന് മഹിമക്ക് വലിയ കോട്ടമുണ്ടാകുമെന്ന് ആ ഗോത്രത്തിലെ തലവന്മാർ അത് ഭയപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ നിന്ന്, അതും മഖ്സൂം എന്ന കുടുംബം ഖുറൈശികളിൽ പ്രധാനപ്പെട്ട കുടുംബമാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് മോഷ്ടിക്കപ്പെട്ടത് കാരണം ആ പെണ്ണ് ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് ഈ കുടുംബത്തിന്റെ മഹിമക്ക് അത് കോട്ടം തട്ടുമോ എന്ന് അവർ ഭയപ്പെടുകയും, നമുക്കറിയാം എന്താണ് മോഷണ കുറ്റത്തിന് ഇസ്ലാമിന്റെ വിധി എന്താണ്? ഒരാൾ മോഷ്ടിച്ചാൽ അയാളുടെ കൈ മുറിക്കുക എന്നാണ് ശിക്ഷാവിധി, ഇസ്ലാമിന്റെ ശിക്ഷാവിധി. ഈ വിധി നടപ്പാക്കുകയാണ്. പ്രവാചകൻ ശിക്ഷ വിധിച്ചു. തെളിവുകളെല്ലാം ഓക്കെയാണ്, സത്യം തെളിഞ്ഞു, കുറ്റം തെളിഞ്ഞു. അങ്ങനെ ശിക്ഷ വിധിച്ചു. എന്താണ് ശിക്ഷ വിധിക്കുന്നത്? ആ മഖ്സൂമി ഗോത്രത്തിലെ ഈ പെണ്ണിന്റെ കൈ എന്താണ്? മുറിക്കുകയാണ്. അങ്ങനെ ശിക്ഷ വിധിച്ചു. എന്നാൽ ഇത്രയും ഉയർന്ന കുലത്തിൽ ജീവിച്ച ഒരു സ്ത്രീയുടെ കൈ മുറിക്കുന്നത് തടയാൻ ആ ഗോത്രത്തിലെ തലവന്മാർ അവർ ഒന്ന് ആഗ്രഹിച്ചു. പ്രവാചകനോട് ശുപാർശ പറയാൻ അവർക്കൊരു പേടി. കാരണം എന്താ പ്രവാചകന്റെ പ്രതികരണം ഉണ്ടാവുക? മഖ്സൂം ഗോത്രത്തിലെ നേതാക്കന്മാർക്ക് പ്രവാചകന്റെ അടുക്കൽ പോയി പറയാൻ പേടി, നേർക്ക് നേരെ പറയാൻ പേടി. പിന്നെ അവർ ആലോചിച്ച് അവർക്ക് അവരെടുത്തൊരു തീരുമാനം, ഉസാമത്ത് ബിൻ സെയ്ദിനെ ഏൽപ്പിക്കുക, ശുപാർശ ചെയ്യാൻ ഏൽപ്പിക്കുക. ഉസാമത്ത് ബിൻ സെയ്ദ് ആരാണ്? ഈ ഉസാമത്ത് ബിൻ സെയ്ദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന തന്റെ മകനെ പോലെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനാണ് ആര്? ഈ ഉസാമ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഹിബ്ബുർ റസൂലാണ് ആര്? ഉസാമ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ സ്നേഹമാണ് ആര്? ഉസാമ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് പ്രവാചകന്റെ കൂടെ ഉസാമ റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഖ്സൂം കുടുംബക്കാർ ഈ ശുപാർശയ്ക്ക് വേണ്ടി ഉസാമ റളിയല്ലാഹു അൻഹുവിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ആദ്യ സമയത്തൊക്കെ ഉസാമ റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് വിട്ടുപോയെങ്കിലും അവസാനം മഖ്സൂം കുടുംബത്തിലെ നിർബന്ധം കാരണം അവസാനം ഉസാമ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ഈ പെണ്ണിന് വേണ്ടിയിട്ട്, ഈ ഗോത്രത്തിന് വേണ്ടി ശുപാർശ പറഞ്ഞു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ എന്ത് ചെയ്തു? ചുവന്നു. മുഖം ചുവന്നു തുടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോപം ഇങ്ങനെ മുഖത്തിങ്ങനെ കാണാൻ കഴിഞ്ഞിരുന്നു. ഈ ശുപാർശയുമായിട്ട് ഉസാമ റളിയല്ലാഹു ചെന്ന സമയത്ത് എന്നിട്ട് ഉസാമ റളിയല്ലാഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത്തശ്ഫഉ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാ, അള്ളാഹു നിശ്ചയിച്ച ശിക്ഷാ നിയമങ്ങളിൽ ഹുദൂദിൽ ഒന്നിൽ നീ ശുപാർശ ചെയ്യുകയാണ് ഉസാമ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യത്തോടു കൂടി ഉസാമ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നത്. ആര് നിശ്ചയിച്ച ശിക്ഷാവിധിയാ? ഇത് അള്ളാഹ് നിശ്ചയിച്ച ഹദ്ദാണ്. ആ ഹദ്ദിലാണോ താങ്കൾ എന്ത് ചെയ്ത് ശുപാർശയുമായി വന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പം ഈ ചോദ്യത്തിന് അത്രയും ഗൗരവമുണ്ടായിരുന്നു. മുഖം ചുവന്നിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ദേഷ്യം കാണാമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമ റളിയല്ലാഹുവിനോട് പറയാണ്, ഇന്നമാ അഹ്ലക്കല്ലദീന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികൾ തീർച്ചയായിട്ടും നശിച്ചത് ഇദാ സറക ഫീഹിം അശ്ശരീഫു തറകൂഹും, അവരിൽപ്പെട്ട ഉയർന്ന ആളുകൾ,
ഉയർന്ന ആളുകൾ, മഹാന്മാരായിട്ടുള്ള ആളുകൾ, വലിയ വലിയ ആളുകൾ, വലിയ പദവികളുള്ള ആളുകൾ, വലിയ ഗോത്രത്തിൽ താമസിച്ച് ജീവിച്ച ആളുകൾ, അവരെങ്ങാനും അങ്ങനെ അവരിൽപ്പെട്ട ആരെങ്കിലും കളവ് നടത്തിയാൽ അവരെന്ത് ചെയ്യും? അവരെ ശിക്ഷിക്കാതെ എന്ത് ചെയ്യും? അവർ ഒഴിവാക്കും. മുൻകാലങ്ങളിൽ, മുൻ സമുദായങ്ങളിൽ. പിന്നെ വൈദാ സറക ഫീഹിം അൽളഈഫു അഖാമു അലൈഹിൽ ഹദ്ദ്, ആ സമുദായത്തിൽ ഏറ്റവും പാവപ്പെട്ട ലഈഫുകളായിട്ടുള്ള ദുർബലരായിട്ടുള്ള ആളുകളെ ആരും അന്വേഷിക്കാത്ത, ആരും പരിഗണിക്കാത്ത പാവങ്ങളായിട്ടുള്ള ദുർബലരായിട്ടുള്ള ആളുകൾ എങ്ങാനും എവിടെയെങ്കിലും ഒരു കളവ് നടത്തിയാൽ അവിടെ എന്ത് ചെയ്യും? അവർ ശിക്ഷ വിധിക്കുകയും ചെയ്യും. അള്ളാഹുവാണ് സത്യം എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നീതിയുടെയും സമത്വത്തിന്റെയും ഒരു നിലപാട് പ്രഖ്യാപിക്കുക, ഒരു വാക്ക് പ്രഖ്യാപിക്കുക. എന്താണ് ആ വാക്ക് എന്നറിയോ? ലൗ അന്ന ഫാത്തിമത്ത ബിൻത് മുഹമ്മദിൻ സറഖത്ത് ലഖതഅതു യദഹ, തീർച്ചയായിട്ടും മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കളവ് നടത്തിയതെങ്കിൽ അവളുടെ കൈ ഞാൻ മുറിക്കുക തന്നെ ചെയ്യും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുക. ആരാ ഫാത്തിമ ബീബി? പ്രവാചകന്റെ പുന്നാര മോള. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മകളാണ് ആര്? ഫാത്തിമ ബീബി. കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ ബീബി. ആ ഫാത്തിമ ബീബിയെ കുറിച്ച് പറയുന്നത്, ആ ഫാത്തിമ എങ്ങാനും കളവ് നടത്തിയാൽ അവരുടെ കൈ ഞാൻ എന്ത് ചെയ്യും? മുറിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് ഇസ്ലാമിന്റെ നീതിയും സമത്വവും. എല്ലാവരും ഒരുപോലെയാണ്. ബന്ധുത്വമില്ല, പക്ഷാപാതിത്വമില്ല, പരിഗണനയില്ല. നീതിയുടെ മുമ്പിൽ, ഇസ്ലാമിന്റെ മുമ്പിൽ നീതിയും സമത്വവും ഒരുപോലെയാണ്. എല്ലാവരും തുല്യരാണ്, സമന്മാരാണ് എന്ന നീതിയും സമത്വവും ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ നീതിയും സമത്വവും ഒരു സമൂഹത്തിൽ നിന്ന് എവിടുന്ന് നഷ്ടപ്പെട്ടു പോയോ എന്നാൽ ആ സമൂഹം ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ എന്ത് ചെയ്യും? ശിക്ഷിക്കും എന്നുള്ളതാണ്. ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ശിക്ഷിക്കും. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി പഠിപ്പിച്ച സമൂഹത്തെ, ഈ ഉമ്മത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല, അനീതി ഉണ്ടാകാൻ പാടില്ല, അസമത്വം ഉണ്ടാകാൻ പാടില്ല. സമത്വവും നീതിയുമായിരിക്കണം ഉണ്ടാകേണ്ടത്. ഒരിക്കൽ നോക്കൂ, സ്വഹാബത്തിന്റെ ഇടയിൽ ഒരു സംഭവം നടന്നു. എന്താണെന്നറിയോ? മദീനയിലെ ഒരു സാധാരണ ഒരു ദിവസം മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹും മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹും അവർ തമ്മിൽ എന്തോ ഒരു കാര്യത്തിൽ ചെറിയൊരു തർക്കമുണ്ടായി. ദേഷ്യമുണ്ടായി. അബൂദർ റളിയല്ലാഹുവിന് ദേഷ്യം വന്നു. ദേഷ്യം മനുഷ്യനെ അന്ധനാക്കുന്ന നിമിഷമാണല്ലോ അത്. ആ ദേഷ്യത്തിന്റെ മൂർധന്യത്തിൽ അബൂദർ റളിയല്ലാഹുവിന് തന്റെ നാവിനെ അടക്കി വെക്കാൻ അബൂദർ റളിയല്ലാഹുവിന് കഴിഞ്ഞില്ല. പലപ്പോഴും നമ്മുടെ ഇടയിൽ പല തർക്കങ്ങളും കുതർക്കങ്ങളും ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വന്നാൽ പലപ്പോഴും പിന്നെ നമ്മുടെ നാവിനെ നമുക്ക് പിടിച്ചേക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ എന്തൊക്കെയാ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അവസാനമായിരിക്കും, പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമായിരിക്കും, പിരിഞ്ഞു പോയതിന് ശേഷമായിരിക്കും പലപ്പോഴും നമ്മളൊക്കെ ഖേദിക്കാറുള്ളത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു തന്റെ നാവിനെ പിടിച്ചേക്കാൻ കഴിഞ്ഞില്ല. ദേഷ്യം വന്ന് ആഫ്രിക്കൻ വംശജനായ കറുത്ത തൊലിയുള്ള ബിലാൽ റളിയല്ലാഹുവിനെ നോക്കി ആ അബൂദർ റളിയല്ലാഹു ഒരു വാക്ക് പറഞ്ഞു. എന്താണ് ആ വാക്കെന്നറിയോ? കറുത്ത പെണ്ണിന്റെ മകനെ എന്ന് ബിലാൽ റളിയല്ലാഹുവിനെ അധിക്ഷേപിച്ചുകൊണ്ട് അബൂദർ റളിയല്ലാഹുവിന്റെ നാവിൽ നിന്ന് ഒരു വാക്ക് വന്നു. ഈ വാക്കുകൾ ബിലാലിന്റെ ഹൃദയത്തിൽ ഒരു കൂരമ്പ് പോലെയാണ് കൊണ്ടത്. താൻ അടിമത്തത്തിൽ നിന്ന് മോചിതനായിട്ടും ഞാൻ ഇസ്ലാമിലെ ആദ്യത്തെ ബാങ്ക് വിളിപ്പുകാരനായിട്ടും തന്റെ കറുത്ത തൊലിയുടെ പേരിൽ സ്വന്തം സഹോദരൻ പോലും തന്നെ അധിക്ഷേപിച്ചല്ലോ എന്ന വേദന അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടി. അദ്ദേഹം ഓടി. പെട്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു ഓടിക്കൊണ്ട് തന്റെ സങ്കടം, തന്റെ പരാതി, തന്റെ പ്രയാസം, തന്റെ വിഷമം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറയാ. വിവരമറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. ഈ വിവരം കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു തുടുത്തു. അവിടുന്ന് അബൂദർ റളിയല്ലാഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിപ്പിച്ചു. അബൂദർ റളിയല്ലാഹുവിനോട് വരാൻ പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചോദ്യം ചോദിച്ചു. പ്രവാചകന്റെ ആ ചോദ്യം മദീനയുടെ മണ്ണിൽ ഒരു ഇടിമുഴക്കം പോലെയാണ് പതിഞ്ഞത്. അബൂദർ റളിയല്ലാഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? യാ അബൂദർ അയ്യർതഹു ബി ഉമ്മിഹി, താങ്കൾ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേരിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചോ? അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേരിൽ ബിലാലിനെ താങ്കൾ അധിക്ഷേപിച്ചോ?
ഇന്നക ഇംറുഉൻ ഫീകും ജാഹിലിയ്യ, താങ്കളുടെ മനസ്സിൽ ഇപ്പോഴും ജാഹിലിയത്ത് കടന്നുകൂടിയിട്ടുണ്ട്, താങ്കളുടെ മനസ്സിൽ ഇപ്പോഴും ജാഹിലിയത്ത് ഉണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ പ്രവാചകന്റെ ഈ വാക്ക് കേട്ട് അബൂദർ റളിയല്ലാഹു പൊട്ടിക്കരഞ്ഞു. ബിലാൽ അല്ലാഹുവിന്റെ അടുക്കലേക്ക് അബൂദർ റളിയല്ലാഹു ഓടുകയാണ്. ബിലാൽ അല്ലാഹുവിന്റെ അടുത്തെത്തിയിട്ടുള്ള അബൂദർ റളിയല്ലാഹു അൻഹു ബിലാലിന്റെ മുമ്പിൽ കിടന്നുകൊണ്ട് മണ്ണിൽ തല വെച്ചുകൊണ്ട് ആ മണലിൽ തന്റെ കവിൾ വെച്ചുകൊണ്ട് ബിലാൽ അല്ലാഹുവിനോട് പറയുകയാണ്, ബിലാൽ, താങ്കളുടെ പാദങ്ങൾ കൊണ്ട് എന്റെ കവിളിൽ ചവിട്ടണം, താങ്കളുടെ പാദങ്ങൾ കൊണ്ട് എന്റെ കവിളിൽ ചവിട്ടണം, എന്റെ പ്രവാചകൻ എനിക്ക് ക്ഷമ തരണം, മാപ്പ് തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തതെന്ന് അറിയോ? ബിലാൽ റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹുവിനെ പിടിച്ചുയർത്തിക്കൊണ്ടും രണ്ടുപേരും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാണ്. രണ്ടുപേരും കരയാണ്. ദേഷ്യവും വിദ്വേഷവും അവിടെ ഇങ്ങനെ അലിഞ്ഞു പോവുകയാണ്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തിൽ സമത്വവും നീതിയും നിലനിർത്തിയത് ഇങ്ങനെയായിരുന്നു. തൊലിയുടെ നിറത്തിന്റെയോ വംശത്തിന്റെയോ തറവാടിത്തിന്റെയോ പേരിൽ മനുഷ്യരെ വേർതിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ വാക്കിലൂടെ എടുത്തു കളഞ്ഞത്. പ്രവാചകന്റെ ഈ നീതിയുടെയും സമത്വത്തിന്റെയും വാക്കുകൾ പ്രവാചകന്റെ ഹജ്ജത്തുൽ വദാഇലും കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് കഴിഞ്ഞു. അതിൽ വിടപറയൽ പ്രസംഗം നടത്തിയിട്ടും ഹജ്ജത്തുൽ വദാഇൽ ഹജ്ജത്തുൽ വദാഇൽ കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മനുഷ്യകുലത്തോട് ആകമാനം ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളോട് ആകമാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം കാണാൻ സാധിക്കും. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അവരിലെ എല്ലാവരും പെട്ടു, മതമുള്ളവനും മതമില്ലാത്തവനും ഏത് മതമുള്ളവനും എല്ലാവരും അതിൽപ്പെട്ടു. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്ന റബ്ബക്കും വാഹിദുൻ, നിങ്ങളുടെയൊക്കെ റബ്ബ് വാഹിദാണ് ട്ടോ, ഏകനാണ് ട്ടോ, നിങ്ങളുടെ റബ്ബ് ഒന്നേ ഉള്ളൂ ട്ടോ. വ ഇന്ന അബാക്കും വാഹിദുൻ, നിങ്ങളുടെയൊക്കെ പിതാവും ഉപ്പയും ഒന്ന് തന്നെയാണ് കേട്ടോ. എല്ലാവരുടെയും, എന്റെയും നിങ്ങളുടെയും അന്യമതക്കാരന്റെയും മതമില്ലാത്തവന്റെയും എല്ലാവരുടെയും പിതാവ് ഒന്നാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാം. ഈ രണ്ട് സത്യങ്ങൾ പറഞ്ഞതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തുടർന്ന് പറഞ്ഞു, ലാ ഫദ്ല ലി അറബിയിൻ അലാ അജമിയിൻ, ഒരു അറബിക്കും, കേൾക്കണം നിങ്ങൾ, ഒരു അറബിക്കും അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല കേട്ടോ. അറബികളാണെന്ന് വിചാരിച്ച് അറബികളെ നിങ്ങൾ അഹങ്കരിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഒരു അനറബിയേക്കാളും അറബികളല്ലാത്തവരെക്കാളും നിങ്ങൾക്ക് ഒരു ശ്രേഷ്ഠതയും അള്ളാന്റെ അടുക്കലില്ല. വലാലി അജമിയിൻ അലാ അറബിയിൻ, അതേപോലെ തന്നെ ഒരു അനറബിക്കും ഒരു അറബിയേക്കാളും ഒരു ശ്രേഷ്ഠതയോ മഹത്വമോ ഇല്ല. വലാലി അഹ്മർ അലാ അസ്വദിൻ, ഒരു വെള്ളക്കാരന് കറുത്ത വർഗക്കാരനേക്കാൾ ഒരു ശ്രേഷ്ഠതയും ഇല്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. അള്ളാന്റെ അടുക്കൽ അള്ളാഹുവിനെ കൂടുതൽ സൂക്ഷിച്ച് ജീവിക്കുന്നവർ ആരാണോ, അത് കറുത്തവനാണെങ്കിലും അറബിയാണെങ്കിലും അനറബിയാണെങ്കിലും വെള്ളക്കാരനാണെങ്കിലും ആരാണെങ്കിലും ശരി, അവനാണ് അള്ളാന്റെ അടുക്കൽ ശ്രേഷ്ഠതയുള്ളത്. പരിഗണിക്കുന്നത് അള്ളാനെ കൂടുതൽ തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരാണ്. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നത്. ഇന്ന് നോക്കൂ, ലോകം വർഗീയതയിലും വർണ്ണവിവേചനത്തിലും ജാതീയതയിലും പൊള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമത്വത്തിന്റെ പ്രഖ്യാപനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്താണ്. കാരണം മനുഷ്യ സമത്വം നിലനിർത്തിയാലേ ലോകത്ത് നീതി നിലനിൽക്കുകയുള്ളൂ. സമത്വം എവിടെ അസമത്വമായി മാറുന്നുവോ അവിടെ അനീതിയാണ് ഉണ്ടാവുക, അവിടെ നീതി പാലിക്കാൻ കഴിയില്ല. മഹാനായിട്ടുള്ള ഉമർ അള്ളാഹുവിന്റെ കാലഘട്ടത്തിൽ പ്രസിദ്ധമായ ഒരു സംഭവം നടന്നു. എന്താണെന്നറിയോ? മിസ്രിന്റെ ഗവർണറായിരുന്ന അംർ ഇബ്നുൽ ആസ്, അദ്ദേഹത്തിന്റെ മകൻ, ഗവർണറുടെ മകൻ, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ അന്യായമായി അടിക്കുകയാണ് ചെയ്തത്, ഒരു കാരണവുമില്ലാതെ. പക്ഷേ അടിച്ച വ്യക്തി ആ മിസ്രിലെ ഗവർണറായിട്ടുള്ള അംർ ഇബ്നുൽ ആസിന്റെ മകനാണ്. ആ മനുഷ്യന് സാധാരണക്കാരനായ മനുഷ്യന് അവിടെ നീതി ലഭിക്കണില്ല. അദ്ദേഹം ആഴ്ചകളോളം യാത്ര ചെയ്ത് മദീനയിലേക്ക് പുറപ്പെടുകയാണ്.
മണലാരണ്യത്തിലൂടെ മദീനയിലേക്ക് വരികയാണ് അമീറുൽ മുഅ്മിനീനെ പ്രതീക്ഷിച്ചുകൊണ്ട്, ഖലീഫയെ പ്രതീക്ഷിച്ചുകൊണ്ട്. അമീറുൽ മുഅ്മിനീൻ ഉമർ അള്ളാഹുവിന്റെ അടുക്കലെത്തിയിട്ട് തന്റെ സങ്കടം ഈ മനുഷ്യൻ ബോധിപ്പിക്കുക. എന്തേ? ഗവർണറുടെ മകൻ അന്യായമായി എന്നെ അടിച്ചു, എനിക്കവിടെ നീതി കിട്ടിയിട്ടില്ല, എനിക്കവിടെ നീതി കിട്ടിയിട്ടില്ല, സമത്വം അവിടെ ഇല്ല. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു മിസ്രിലെ ഗവർണർ അംർ ഇബ്നു ആസിനെയും മകനെയും വിളിക്കുകയാണ്. എവിടേക്ക്? മദീനയിലേക്ക്. മദീനയിലെത്തി. ആരെത്തി? മിസ്രിന്റെ ഗവർണർ എത്തി. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനെത്തി. ഈ പരാതിക്കാരനും അമീറുൽ മുഅ്മിനീന്റെ മുമ്പിൽ നിൽക്കാം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ചാട്ടവാറെടുത്ത് ഈ പാവ മനുഷ്യന്റെ, സാധാരണക്കാരനായ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, അടിക്ക്, നിനക്ക് എത്രയാണോ കിട്ടുക ആ അടി അടിക്ക്. ആരെ? ഈ ഗവർണറുടെ മകനെ. ആരെ മുമ്പിൽ വെച്ചിട്ട്? ഈ ജനത്തിന്റെ മുമ്പിൽ വെച്ചിട്ട്, സമൂഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് അടിക്കാൻ കൽപ്പിക്കാം. ഈ സാധാരണക്കാരായ മനുഷ്യൻ ഈ ഗവർണറുടെ മകൻ എന്ത് ചെയ്ത്? ചാട്ടവാറ് കൊണ്ട് അടിച്ചതിന് ശേഷം അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, ഇനി ഗവർണർക്കും ഒരു അടി കൊടുക്ക്. കാരണം അദ്ദേഹത്തിന്റെ പദവിയുടെ ഹുങ്കിലാണല്ലോ ഈ ഗവർണറുടെ മകൻ അനീതി ചെയ്തത്. ആ സമയത്ത് ഈ സാധാരണക്കാരനായ ഈ മനുഷ്യൻ പറയാണ്, വേണ്ട, അത് ഞാൻ അടിക്കണില്ല, കാരണം എന്റെ പ്രതികാരം തീർന്നു, എനിക്ക് നീതി കിട്ടി. ഈ സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അംർ ഇബ്നു ആസിനോട് ചോദിക്കുകയാണ്, മത്താ ഇസ്തഅബതും അന്നാസ, എപ്പോൾ മുതലാണ് നിങ്ങൾ മനുഷ്യരെ അടിമകളാക്കിയത്? എന്ന് മുതലാണ് ഓരോ മനുഷ്യരെ നിങ്ങൾ അടിമകളാക്കിയത്? വഖദ് വലദതുഹും ഉമ്മഹാതുഹും അഹ്റാറ, ഓരോ ഉമ്മമാരും മക്കളെ പ്രസവിച്ചത് സ്വതന്ത്രരായിട്ടാണല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങളൊക്കെ എന്ന് മുതലാണ് ഇങ്ങനെ സ്വതന്ത്രരായി ഈ ലോകത്ത് പിറന്ന മക്കളെ അടിമകളാക്കാൻ തുടങ്ങിയത് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് ഇസ്ലാമിന്റെ നീതി. ഇതാണ് ഇസ്ലാമിന്റെ നീതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന സമത്വം ഇതാണ്. ആ സമത്വവും നീതിയും മുറുകെ പിടിച്ചിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് എന്ത് ചെയ്തത്? ജീവിച്ചത്. ഇന്ന് നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ നീതി നഷ്ടപ്പെടുന്ന ഒരുപാട് മേഖലകളാണ്. മക്കൾക്കിടയിൽ മാതാപിതാക്കളുടെ പക്ഷപാതിത്വം ഇല്ലേ? അനീതിയില്ലേ? കുടുംബങ്ങളിൽ നടക്കുന്നില്ലേ? വ്യാപാരത്തിലെ ചതി നടക്കുന്നില്ലേ? ജോലി സ്ഥലത്തെ വിവേചനമില്ലേ? രാഷ്ട്രീയത്തിലെ അഴിമതിയില്ലേ? അവിടെ സോഷ്യൽ മീഡിയയിലെ വിചാരണ രീതികൾ പോലും പലപ്പോഴും സമത്വവും നീതിയും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലാണ്. ഒരു വാർത്ത കേട്ടാൽ അന്വേഷിക്കാതെ വിധി പറയുന്ന പ്രവണത പലപ്പോഴും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ഒരു താക്കീത് നൽകുന്നുണ്ട്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, നിങ്ങൾക്ക് ഒരു ജനവിഭാഗത്തോട്, ഒരു കൂട്ടരോട് നിങ്ങൾക്കുള്ള വിദ്വേഷം കാരണം അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ആരോടെങ്കിലും, ഏതെങ്കിലും ഒരു കുടുംബത്തോടെങ്കിലും, ഒരു വിഭാഗത്തോടെങ്കിലും, ഒരു നാട്ടുകാരോടെങ്കിലും, ഒരു രാജ്യത്തോടെങ്കിലും നിങ്ങൾക്ക് എതിർപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് ട്ടോ. എത്ര വളരെ വലിയ സത്യസന്ധമായ വാക്കുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഖുർആനിലൂടെ പ്രഖ്യാപിച്ചത്. ഇന്ന് ലോകത്തിന്റെ അവസ്ഥ എന്താ? ഞാൻ വിശദീകരിക്കണ്ടല്ലോ. നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അനീതിയുടെ ഒരു ലോകമാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണേ, അദ്ലു, നിങ്ങൾ നീതി കാണിക്കണം ട്ടോ. അഖ്റബു ലിത്തഖ്വ, അതാണ് തഖ്വയ്ക്ക് ഏറ്റവും അടുത്തുള്ളത്. തഖ്വയുടെ ഏറ്റവും അടുത്തുള്ളതാണ് നീതി എന്നുള്ളത്. ഇന്ന് നോക്കൂ, നമ്മുടെ വീടുകളിൽ പോലും നീതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ വീടുകളിൽ നീതി ഉണ്ടാവണം. നീതി എന്നത് കോടതികളിലോ നിയമപുസ്തകങ്ങളിലോ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. മറിച്ച് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ പരിഗണനയും സ്നേഹവും സുരക്ഷിതത്വവും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഉണ്ടാക്കണം. എല്ലാവർക്കും തുല്യ പരിഗണന, എല്ലാവർക്കും സുരക്ഷിതത്വം, എല്ലാവരെയും പരിഗണിക്കേണ്ടത് ഒരുപോലെ. അങ്ങനെ നീതി ഉണ്ടാക്കാൻ ഒരു മുസ്ലിമിന് എന്ത് ചെയ്യണം? സാധിക്കണം. അത് ഏത് മുതൽ? വീട്ടിലെ ജോലികൾ പങ്കിടുന്നത് മുതൽ തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് വരെ ഈ മേഖലകളിലൊക്കെ നമ്മൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അംഗീകരിച്ചു. അതുകൊണ്ടൊരു നീതിയാ. അതൊക്കെ നമ്മൾ കുടുംബാംഗങ്ങൾക്കിടയിൽ കാണിക്കുന്ന, വീട്ടിൽ കാണിക്കുന്ന നീതിയാണ്. ഈ നീതി നമ്മൾ എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം. അതിലു നിങ്ങൾ നീതിയുള്ളവരാകണം.
അത് തഖ്വയുടെ ഭാഗമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നീതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നീതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നോക്കൂ, ഭാര്യയുടെ അവകാശങ്ങളും അവരുടെ ആഗ്രഹങ്ങളും മാനിക്കുക എന്നുള്ളത് ഒരു ഭർത്താവിന്റെ കടമയാണ്. ആ അവകാശങ്ങളും ആഗ്രഹങ്ങളും മാനിക്കുമ്പോഴാണ് ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് നീതി കാണിക്കുന്നത്. അതേപോലെ തന്നെ ഭർത്താവിന്റെ അധ്വാനത്തെയും അദ്ദേഹത്തിന്റെ മാനസിക അവസ്ഥയെയും ഉൾക്കൊള്ളാൻ ആർക്കും കഴിയണം? ഒരു ഭാര്യക്ക് കഴിയണം. അപ്പോഴാണ് അവളിൽ നിന്ന് ഭർത്താവിന് എന്ത് ചെയ്യുന്നത്? നീതി കിട്ടുന്നത്. ഇങ്ങനെ നീതിയുള്ള ആളുകളായിട്ട് എന്ത് ചെയ്യണം? പരസ്പരം എന്ത് ചെയ്യണം? മാറണം. മക്കൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യണം? നീതി കാണിക്കണം. പലപ്പോഴും ഇത് വലിയൊരു ഉത്തരവാദിത്താട്ടോ. ഇത് വലിയൊരു ഉത്തരവാദിത്താണ്. ഇന്ന് പലപ്പോഴും പല കുടുംബങ്ങളിലും ലിംഗഭേദത്തിന്റെ പേരിൽ, അതായത് ആണ് പെണ്ണ് എന്ന വ്യത്യാസത്തിന്റെ പേരിൽ പലപ്പോഴും സ്നേഹം കൂടുതലും പരിഗണിക്കുന്ന കുടുംബങ്ങളുണ്ട്. ആൺകുട്ടിക്ക് പ്രത്യേക പരിഗണന, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് പ്രത്യേക പരിഗണന. രണ്ടാൺകുട്ടി ഉണ്ടായി, അപ്പൊ ഒരു പെൺകുട്ടി ഉണ്ട്, അപ്പൊ ആ പെൺകുട്ടിക്ക് പ്രത്യേക പരിഗണന. അല്ലെങ്കിൽ കുറെ പെൺകുട്ടികൾ ഉണ്ടായി, അപ്പൊ അവിടെ ഒരു ആൺകുട്ടി ഉണ്ടായി, അപ്പൊ ആ ആൺകുട്ടിക്ക് എന്ത് ചെയ്ത് പ്രത്യേക പരിഗണന. അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും എന്ത് ചെയ്യണം? ഒരുപോലെ പരിഗണിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? കഴിയണം. ആ ഒരു പരിഗണന ചില വീടുകളിൽ പഠനത്തിന്റെ വിഷയത്തിലാണ്. ഒരു കുട്ടിക്ക് നല്ല ബുദ്ധിയുണ്ട്, നല്ല പഠനമുണ്ട്, ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നു. അപ്പൊ അവർക്കൊരു പ്രത്യേക പരിഗണനയും ഒരു സ്നേഹവും അവർക്ക് നൽകുക പാടില്ല. മറ്റുള്ളവരെ എന്ത് താഴ്ത്തി കെട്ടി സംസാരിക്കുക പാടില്ല. അത് അനീതിയാണ്. നിങ്ങളുടെ മക്കളാ എല്ലാം നമ്മുടെ മക്കളാ. പഠനത്തിന് കഴിവുള്ളവളും കഴിവില്ലാത്തവനും ഒക്കെ നമ്മുടെ മക്കളാ, നമ്മുടെ രക്തത്തിൽ പിറന്നവരാണ്. അവരോട് തുല്യ നീതി കാണിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ ശക്തമായ താക്കീതാണ് ഈ വിഷയത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത്. അതേപോലെ തന്നെ അയൽവാസികളോട് നമുക്ക് നീതി കാണിക്കാൻ കഴിയണം. അയൽവാസിക്ക് നമ്മളിൽ കിട്ടേണ്ട എന്തൊക്കെ ഹക്കുകളുണ്ടോ, അവകാശങ്ങളുണ്ടോ, അത് വകവെച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് അയൽപക്കത്തോട് നമ്മൾ നീതി കാണിക്കുന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ നീതി കാണിക്കേണ്ട ഒരുപാട് മേഖലകളുണ്ട്. തൊഴിലാളികളോട് നമ്മുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്ന, നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ നീതി കാണിക്കണം. അവരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത്. അവരെ ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്ന എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും സമ്പത്താണെങ്കിലും ഒരിക്കലും അത് ഫലം ചെയ്യൂലട്ടോ. ദുനിയാവിലാണെങ്കിലും പരലോകത്താണെങ്കിലും എന്തില്ല, അത് ഫലം കൊള്ളൂല. കാരണം അത് ഒരു സങ്കടത്തിന്റെ, പരാതിയുടെ ഒരു ഭാഗമാണ്. അത് പിന്നെ നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് നീതി കാണിക്കണം, കൂലി കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വന്ന ഒരാളുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് നിങ്ങൾ കൂലി കൊടുക്കണമെന്നാണ്. കൂലിക്ക് വേണ്ടി പിന്നെയും വീട്ടിലേക്ക് കയറി വരുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചെയ്യുന്നൊരു അനീതിയാണ്. നിങ്ങൾ നിങ്ങളുടെ തൊഴിലാളികളോട് ചെയ്യുന്ന അനീതിയാണ്. അത് ആ സമയത്ത് എന്ത് ചെയ്യണം? കൊടുക്കണം. ഇതൊക്കെയാണ് ഇങ്ങനെ ഒരുപാട് നീതിയുടെ മേഖല നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നീതിയുള്ളവരായിട്ട് നമ്മൾ മാറുക. അല്ലാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സൂറത്തുൽ ഹൂദിന്റെ 112 ആയത്തിൽ കാണാം, ഫസ്തഖിം കമാ ഉമിർത. പ്രവാചകരെ, താങ്കളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ തന്നെ താങ്കൾ ഉറച്ചു നിൽക്കുകട്ടോ. എന്തൊക്കെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചത്, ദീൻ പറഞ്ഞത്, അതിൽ ഉറച്ചു നിൽക്കാൻ, ഇസ്തിഖാമത്തോടുകൂടി നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് യുവാക്കളും മുതിർന്നവരും ഒരുപോലെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്ഥിരതയുടെ അഭാവമാണ്. പലപ്പോഴും പതറിപ്പോവുകയാണ്. പല മേഖലകളിലും ഈമാനുണ്ടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ എന്ത് ചെയ്യില്ല, പലപ്പോഴും കഴിയില്ല. ഉണ്ട്, എന്നാൽ പല മേഖലകളിലും പല സന്ദർഭങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇസ്ലാമിന് എതിരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അവിടെയാണ് ഇസ്തിഖാമത്ത് എന്ത് ചെയ്യണത്, നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഇസ്തിഖാമത്ത് അത് വലിയൊരു ഗൗരവപ്പെട്ട സംഗതിയാണ്. ഇസ്തിഖാമത്തുള്ള ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ
കാരുണ്യത്തിന്റെ മലക്കൾ വന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് ഇസ്തിഖാമത്തുള്ള ആളുകൾക്ക്. അത് ആ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഏതെങ്കിലും സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ ദീന് വിട്ട് ദീനിനെതിരായിട്ട് പ്രവർത്തിക്കാതിരിക്കുക. കാരണം ദീന് വിട്ടു പോകുന്ന പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുമ്പോയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരുപാട് ഫംഗ്ഷനുകൾ, അവിടെയൊക്കെ പലപ്പോഴും നമ്മുടെ ഇസ്തിഖാമത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ സാഹചര്യങ്ങൾ ഉണ്ടാവാം ജോലി സ്ഥലങ്ങളിൽ. അപ്പൊ അവിടെയൊക്കെ ഒരു മുസ്ലിം തന്റെ ഈമാൻ കാത്തു സൂക്ഷിച്ച് എന്താണോ ഫസ്തഖിം കമാ ഉമിർത, എന്താണോ അള്ളാഹ് കൽപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുക എന്നുള്ളതാണ് ഇസ്തിഖാമത്ത്. അതിന്റെ ആളുകളായി മാറാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരന്മാരെ, രണ്ട് മൂന്ന് കാര്യങ്ങൾ കുറവുകളും അള്ളാഹു പരിഹരിക്കുകയും അള്ളാഹു അതൊക്കെ പുറത്തു തരികയും അള്ളാഹുവിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ, നീതിയും സമത്വവും പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെന്നെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബെ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇസ്തിഖാമത്തോടുകൂടി ഈമാനോടുകൂടി ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും സന്താനങ്ങൾക്കും കുടുംബങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.